കേരളത്തിൻ്റെ ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് ഉള്ള ഒരു ഏരിയാസ് ആണ്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ഇത് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാൻ എങ്ങനെയാണ് ലുവല ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ മഴ കൂടുതൽ ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഈ ഹോട്ട് ആൻഡ് മോയ്സ്ചറൈസ് ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ഡിസൈനിലും മെറ്റീരിയൽസിലും ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആയിട്ടുള്ള ഏരിയാസിൽ മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നമുക്ക് കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡ്സ്, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റർ ഷെയ്ഡ്സിലേക്ക് നമുക്ക് പോകാം. പിന്നെ അതുപോലെ ക്രോസ് വെന്റിലേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശത്താണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെ വേണം അവിടെ ഉപയോഗിക്കാനായിട്ട്. തണുപ്പുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ ഹൈ റേഞ്ച് പോലെയുള്ള ഏരിയ, ഇപ്പോൾ ഞാൻ കട്ടപ്പന ഏരിയ, മൂന്നാർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് കേർട്ടൻസിൽ കുറച്ചുകൂടെ ലെയേർഡ് ആയിട്ടുള്ള തിക്ക് കേർട്ടൻസ് കൊടുക്കാം, വാം ഷെയ്ഡ്സ് കൊണ്ടുവരാം. ഇങ്ങനെ ഓരോ ക്ലൈമറ്റിനനുസരിച്ചിട്ടും ഡിസൈനും മെറ്റീരിയൽസിലും ചേഞ്ച് കൊണ്ടുവരാം.